ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ, സ്ത്രീകളുള്ള ആളുകളെ ഒരു സംഘം ക്രിമിനലുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഘം ആക്രമിച്ച കാർ തല്ലിപ്പൊളിക്കുന്നു, അതിനകത്തുള്ളവരെ മർദ്ദിക്കുന്നു. അത് ക്രമസമാധാന ലംഘനമാണ്, ഒഫൻസാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കും. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം രാജ്യത്തിനെതിരായ കുറ്റകൃത്യമായി കാണണമെന്നാണ് കോടതി ഉത്തരവിൽ പറഞ്ഞത്. അത് നടപ്പാക്കും. അവസാനം വെട്ടിലാകുന്നതും കേസിന് പുറകെ പോകേണ്ടവരും ഒക്കെ ഈ പറയുന്ന പാവപ്പെട്ട അണികളായിരിക്കും. നേതാവ് അതിനപ്പുറത്തേക്ക് നടന്ന അതിക്രമത്തെ പറ്റി മറുപടി പറയാൻ തയ്യാറായില്ല. എല്ലാ സ്ഥലത്തും ആളുകൾ ശാന്തമായിട്ടാണല്ലോ പ്രതികരിച്ചത്. അതാ നിരക്കേണ്ടത്. ശരി, അയ്യയ്യയ്യേ, എല്ലാ സ്ഥലത്തും ആളുകൾ ശാന്തമായിട്ടാണല്ലോ പ്രതികരിച്ചത്. അത് ആ നിലയ്ക്ക് മാത്രം കണ്ടാൽ മതി എന്നുള്ളൊരു കാര്യം. അതായത് കഴിഞ്ഞ മുൻ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ അതേ ഡയലോഗ്, അതേ സ്ട്രാറ്റജി, അതേ പരിപാടി കളഞ്ഞിട്ട് പോയിക്കൂടെ? ഞങ്ങളല്ല ഇത് ക്യാമറയിൽ കൂടെ കണ്ടതല്ലേ? എന്തോ അവിടെ നടന്നോന്ന് എന്താ കാണിച്ചു കൂട്ടിയിരുന്നു? ശാന്തമായുള്ള പ്രതിഷേധമായിരിക്കും. കണ്ണിലും മൂക്കിലും ഒക്കെ ചില്ലിടിച്ച് കയറിയ ഒരു പരിപാടി. വീണ്ടും വീണ്ടും ഇത് എങ്ങനെ മെഴുകാനായിട്ട് സാധിക്കുന്നു? എങ്ങനെ കഴിയുന്നു? ഞാനൊരു ഒറ്റ കാര്യം പറയാം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലുള്ള ജനങ്ങൾ ഒരിക്കലും പിണറായിയുടെ അടിമകളോ അല്ലെങ്കിൽ പിണറായിക്ക് വേണ്ടി നിൽക്കുന്ന പിണറായിയുടെ സഹായികളോ ആയിട്ട് മാറരുത്. നിങ്ങൾ പാർട്ടി അനുഭാവികളാ. അല്ലാതെ ഈ ഒരു പാർട്ടി പ്രവർത്തകന്റെ മകള് അവിടെ പൈസ വെട്ടിപ്പും തട്ടിപ്പും നടത്തിയിട്ട് അത് അന്വേഷിക്കാനായിട്ട് ഉദ്യോഗസ്ഥരായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആൾക്കാർ വന്നപ്പോഴത്തേക്കിന് അവരെ തടയാൻ പോയി നിൽക്കേണ്ട ഒരാളായി മാറരുത്. എവിടെങ്കിലും ഈ തെറ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മാറിക്കൊടുക്കണം. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വാന്നും പറഞ്ഞുകൊണ്ട്. അല്ലാതെ ഈ കാണിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നും മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും അണികൾക്ക് കിട്ടാനുള്ളത് കിട്ടുന്നുണ്ട്. അത് ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കും. എത്ര വന്നാലും ഇവരൊന്നും പഠിക്കത്തില്ല. രാജ്യദ്രോഹ കുറ്റമാണ് വന്ന് വീണിരിക്കുന്നത്. ചെറിയ പരിപാടിയൊന്നുമല്ല. കിടന്ന് ആർപ്പ് വിളിച്ച് 10 പേര് കൂടിയപ്പോഴത്തേന് അടിക്കാനായിട്ട് പറ്റും. എന്നാൽ പോയി അങ്ങോട്ട് കൂട്ടിലോട്ട് നിൽക്കുമ്പോഴത്തേനും ഒറ്റക്കൊറ്റയ്ക്കേ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കിന് ആലോചിക്കും അന്ന് എന്തിനു വേണ്ടിയിട്ട്. അന്ന് അപ്പോഴേ പറഞ്ഞതായിരുന്നു എൻ്റെ ഭാര്യ, പോകരുതെന്ന്. എൻ്റെ അമിത ആവേശവും എൻ്റെ കൂട്ടുകാർ പറഞ്ഞതും എൻ്റെ പാർട്ടി പ്രവർത്തകർ പറഞ്ഞ് നീയാടാ മെയിൻ എന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയപ്പോഴത്തേന് ആ പറഞ്ഞവനും ഇല്ല, കൂടെ നിന്നവനും ഇല്ല. ആരാപ്പിലായി? നീ ആപ്പിലായി. വേറെ ആരാപ്പിലായി? നിന്റെ കുടുംബ ആപ്പിലായി, നിന്റെ പിള്ളേർ ആപ്പിലായി. അല്ലാതെ ഒരു കോപ്പുലാൻ നടന്നിട്ടില്ല. ഇത് ചെറിയ കേസ് വല്ലതും ആണോ? ഇവിടെ കാണാൻ നിൽക്കുന്ന കാര്യമാണെന്നോ? ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിനുള്ള ബാഗ് പാക്ക് ചെയ്ത് വെക്കാൻ പെണ്ണുമ്പോൾ പറഞ്ഞിട്ട് വേണം ഇനി ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ഈ പരിപാടിയായിട്ട് പോകാനായിട്ട് നിൽക്കുന്നവര് ആലോചിക്കേണ്ട ഒരു കാര്യം. നമുക്ക് ആ കേസ് ഒന്ന് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോളിളക്കമായിരുന്ന ഒരു വാർത്തയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവ് CPM-നെ വെട്ടിലാക്കും. നടന്നത് ആസൂത്രിത ആക്രമണമെന്നാണ് കോടതി പരാമർശം. ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടെന്നും കോടതി പറയുന്നു. ഈ പരാമർശം ജാമ്യ അപ്പീലിൽ തിരിച്ചടിയാകും. അതേസമയം പ്രതികളെന്ന് സംശയിക്കുന്ന CPM അണികളുടെ വീട്ടിലെത്തി പോലീസ് കീഴടങ്ങാൻ നിർദ്ദേശിച്ചു. പ്രവർത്തകരുടെ വീടുകളിൽ പോലീസ് അതിക്രമം കാട്ടുന്നുവെന്ന് DYFI ആരോപിച്ചു. പ്രവർത്തകരുടെ വീട്ടിൽ മാത്രമേ അതിക്രമം കാണിക്കുന്നുള്ളൂ. ബാക്കി ആരുടെ വീട്ടിലും അതിക്രമം കാണിച്ചിട്ടില്ല. നിങ്ങൾ കാണിച്ചു കൂടുന്നൊന്നും അക്രമമല്ല, ബാക്കിയുള്ളവർ കാണിക്കുന്നതല്ല അക്രമം, നല്ല അക്രമം. സനകൻ വേണുഗോപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സനകൻ, മണിമേടയിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് ആഹ്വാനം ചെയ്യാം, അണികൾ അത് നടപ്പാക്കും. അവസാനം വെട്ടിലാകുന്നതും കേസിന് പുറകെ പോകേണ്ടവരുമൊക്കെ ഈ പറയുന്ന പാവപ്പെട്ട അണികളായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ കർശനമായ നിലപാട് അത് വെറും അണികളല്ല, വിവരമില്ലാത്ത അണികൾ, പൊട്ടക്കണക്കില്ല തവളകൾ കോടതി സ്വീകരിക്കുകയാണ്. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് കോടതി വക വലിയ തോതിലുള്ള വിമർശനം. കോടതിക്ക് ബോധ്യപ്പെടുന്നത് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ വധശ്രമത്തിന് സമാനമായ ഒരു സംഭവം നടന്നു എന്നുള്ളതാണ്. എത്രമാത്രം ഗൗരവതരമാണ്? CPM-ന് എത്രമാത്രം തിരിച്ചടിയാണിത്? നമ്മളിപ്പോൾ പണ്ടൊക്കെ പറയും ഒരു പിക്ചർ ഈസ് ഈക്വൽ ടു 1000 വേർഡ്സ് എന്ന് പറയും. അപ്പോൾ ചിത്രം 1000 വാക്കുകൾക്ക് തുല്യമാണ്. അതിനേക്കാൾ 10 മടങ്ങ് സംസാരിക്കുന്നതാണ് പുതിയ കാലത്തിൻ്റെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. അതൊന്നല്ല, ഒന്നിലേറെ ക്യാമറകൾ. ഇപ്പോൾ നമ്മൾ തന്നെ അന്ന് ഈ സംഘർഷം റിപ്പോർട്ട് ചെയ്തത് 4 ക്യാമറകൾ, 4 യൂണിറ്റുകളാണ് അവിടെ ഈ സംഘർഷം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത്രയും ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വാർത്താ ചാനലുകളിലൂടെ മുൻപോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ജഡ്ജിമാരും. സ്വാഭാവികമായിട്ടും ഇന്നലെ ഈ ജാമ്യാപേക്ഷ തള്ളുന്ന സമയത്ത് 3ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയും പറഞ്ഞത് അതേ കാര്യമാണ്. ഇതൊക്കെ ലോകം കണ്ടു കഴിഞ്ഞതാണ്, ഞങ്ങൾ കണ്ടു കഴിഞ്ഞതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ട ദൃശ്യങ്ങൾ സംസാരിക്കുന്ന ദൃശ്യങ്ങളായി നിൽക്കുന്നു. കണ്ട ദൃശ്യങ്ങൾ കാണാത്ത ദൃശ്യങ്ങളാക്കി മാറ്റിക്കൊണ്ടിരുന്ന കുറച്ച് വ്യക്തികളായിരുന്നു ഇവര്. അത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെ. എന്നാൽ ഇത് കണ്ട ദൃശ്യമാണെന്ന് ഡയറക്റ്റ് കോടതി തന്നെ പറഞ്ഞപ്പോഴത്തേന് കണ്ട നമ്മളുടെ കാര്യവും ആ ദൃശ്യം കണ്ട കോടതിയെ നിങ്ങളാരും കണ്ടില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കിന് നടക്കുന്ന കാര്യമാണോ? ഇനി ഭരണം മാറി, എല്ലാം കയ്യിൽ നിന്ന് പോയി.
ഇനിയും മറ്റേ പഴയ സ്വഭാവമായിട്ട് ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല. മേ ബി എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഇത്തവണ ഇത്തിരിയും കൂടെ സെക്യുലറാ, അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ മുൻകൂട്ടി പലതും കണ്ടിട്ടാണ് നിൽക്കുന്നത്. നമുക്കറിയാം ഇവന്മാർ പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറം സംഭവിക്കും, ഇത് വെറും ചെറുത്. അപ്പൊ പിന്നെ അവർ ഇച്ചിരിയും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കത്തുള്ളൂ. കാരണം ഈ അക്രമം ചെയ്യുന്നവർക്ക് ആ പിടി വീഴണം. എനിക്കൊന്ന് പിടി വീഴാൻ വേണ്ടിയിട്ട് തന്നെ പോലീസ് ഒന്ന് ഡൗൺ ആയിട്ട് നിന്നപ്പോഴേ എന്ത് സംഭവിച്ചു? പോലീസ് നിൽക്കാതെ ഈ സാധനം നേരിട്ട് അങ്ങ് പോയി രാജ്യദ്രോഹത്തിലേക്കൊക്കെ പോയി. അതാണ് CPM-ന് വലിയ തിരിച്ചടിയാകുന്നതും. ഇവിടെ ED ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസി ഒരു ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ ഒരു നടപടിക്കോ എത്തുന്നത് അവരുടെ കേസുമായി ബന്ധപ്പെട്ട നടപടിക്ക് ഇതൊരു ആദ്യമായിട്ടുള്ള എടുത്തിട്ടുള്ള കേസല്ല, 3 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിലെ നടപടിയുമായി ബന്ധപ്പെട്ടെത്തുന്നു. അതിനകത്ത് രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉയർത്താൻ കഴിയുന്ന പ്രാപ്തിയും ശക്തിയും ഒക്കെ CPM-ന് ഉണ്ട്. അപ്പോൾ അതുണ്ടെന്നിരിക്കെയാണ് അന്നത്തെ ആ അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഹ്വാനം ചെയ്തവരൊക്കെ അവിടെ പിന്നീട് മാറി നിന്നു. അവർക്കിതിനെക്കുറിച്ച് അവർക്ക് പങ്കില്ല എന്ന മട്ടിൽ അവർ ഇപ്പോൾ സംസാരിക്കുന്നു. അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ തിരിച്ച് പ്രകോപനമുണ്ടായി എന്ന് പറയുന്നു. പക്ഷേ കോടതി പറയുന്നത് കാറിനകത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ഉദ്യോഗസ്ഥരെ ആ രീതിയിൽ അക്രമം ചെയ്ത് അവരെ അവരെ കൊല്ലാനുള്ള ശ്രമമായിരുന്നു എന്നുള്ളതാണ് കോടതി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നതും നിരീക്ഷിച്ചിരിക്കുന്നത്. ഈ അടിച്ചവന്റെയൊക്കെ വീട്ടിലെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കെ ഇപ്പൊ എങ്ങനെയായിരിക്കും എന്നുള്ളത്. വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിന്റെയൊക്കെ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തിറങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 5 പ്രതികളുടെ ജാമ്യമാണ് കോടതി തള്ളിയത്. നിതിൻ രാജ്, ജീവൻ, മനോജ്, ശ്രീജിത്ത്, ഷെഫിൻ ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഈ 5 പേരും ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റിലായവരാണ്. ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-ന്റെ ഉത്തരവ് അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ്. ഗുരുതരമായ കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തതെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം രാജ്യത്തിനെതിരായ കുറ്റകൃത്യമായി കാണണമെന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. സ്ഥാപനങ്ങൾക്കെതിരായ ആക്രമണമാണ് നടന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആക്രമണമെന്നും കോടതി നിരീക്ഷിക്കുന്നു. ആക്രമണം ആസൂത്രിതമാണെന്നതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ ആക്രമിച്ച സംഭവം ജനങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. സമൂഹത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. ആ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശം നൽകും. മാത്രമല്ല, ഈ പ്രതികൾക്കും മറ്റുള്ളവർക്കും സമാന കുറ്റകൃത്യം ആവർത്തിക്കാൻ പ്രോത്സാഹനം നൽകുകയും ചെയ്യും. പ്രതിഭാഗം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം കാറുകൾ വാടകയ്ക്കെടുത്തതാണ്. അത് നശിപ്പിക്കപ്പെട്ടത് പൊതുമുതൽ നശീകരണ വകുപ്പിൽ പെടില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ കോടതി പറയുന്നത് ഒരു വാഹനം കേന്ദ്ര സർക്കാർ സ്ഥാപനം വാടകയ്ക്കെടുത്തു കഴിഞ്ഞാൽ അത് ആ സർക്കാരിന്റെ ഭാഗമാണ്, അതുകൊണ്ട് പൊതുമുതൽ നശിപ്പിച്ച കുറ്റം നിലനിൽക്കുമെന്നാണ്. അതിനൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി സമയത്തല്ല ആക്രമിക്കപ്പെട്ടതെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡിന് ഒരു ഓഫീസിൽ നിന്നിറങ്ങി ആ റെയ്ഡ് പൂർത്തിയാക്കി അതേ ഓഫീസിൽ എത്തുന്നതുവരെ ഡ്യൂട്ടിയിലാണെന്നാണ് കോടതി നിരീക്ഷിച്ചത്. ചട്ടം പാലിച്ചല്ല അറസ്റ്റ് നടപടികളെന്ന പ്രതിഭാഗത്തിന്റെ വാദവും കോടതി തള്ളിക്കളഞ്ഞു. ഏതായാലും ഈ കേസിൽ അറസ്റ്റിലായ മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷയ്ക്കും തിരിച്ചടിയാകുന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിരിക്കുന്നത്. ഒരുത്തരും ജാമ്യം കിട്ടല്. ഇതുപോലെ പരിപാടികൾ കാണിക്കാനും പൊതുമുതൽ നശിപ്പിക്കാനായിട്ട് നിൽക്കുന്ന എല്ലാത്തിനും ഇതൊരു മുൻകരുതലായിരിക്കണം. ഒരുത്തരും ജാമ്യം കിട്ടല്. കാണിച്ചു കൂട്ടിയ ചെറിയ പരിപാടിയൊന്നും അല്ലല്ലോ. ഇന്നും ഇന്നലെ തുടങ്ങിയ കേസൊന്നുമല്ല. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇതിന്റെ പുറകെ അവർ ഓടിക്കൊണ്ടിരിക്കുക. അതിന്റെ തെളിവുകൾ ശേഖരിക്കാനായിട്ട് അവർ അന്വേഷണത്തിന് അവിടെ എത്തുന്നു. ഈ പിണറായി വിജയൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ED ഉദ്യോഗസ്ഥർ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോടൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. അറിയാം, നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം എക്സാലോജിക്ക് നിങ്ങളുടെ മകളുടെ പേരിൽ വരുന്നൊരു കാര്യം. അപ്പൊ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബാക്കിൽ പ്രവർത്തിക്കുന്ന വക്ര ബുദ്ധിയുള്ള ഒരാളായിപ്പോയി. അതുകൊണ്ട് നിങ്ങളുടെ ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങളുടെ അടുത്ത് ചോദിക്കാതിരിക്കുന്ന ഒരു സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അണികളായിട്ടുള്ള മണ്ടന്മാര് ആ വീടിന്റെ മുന്നിൽ വരികയും ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഇടയുണ്ടായ സാഹചര്യം എന്തിനു വേണ്ടിയിട്ടാണ്? പ്രവർത്തകന്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ? അതെന്തോ നിങ്ങൾ കുടുംബത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ ഇനി മരുമോന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അണികൾ വന്നിരിക്കുന്നത്? ഈ കാണിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്ന CPM പ്രവർത്തകരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ കാണിച്ചത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? അവർ പൈസ തട്ടിപ്പും വെട്ടിപ്പും നടത്തി അവർ കോടീശ്വരായി കോടികൾ ഉണ്ടാക്കി ചികിത്സയ്ക്ക് ഇവിടുന്ന് അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ. അതായത് നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ പാർട്ടിയെ കഴിഞ്ഞ 10 വർഷം ഭരിച്ച് ഇല്ലാതാക്കി നിന്നിരുന്ന മന്ത്രിമാരും MLA-മാരും തോക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ച് ഏകാധിപത്യം, ഒറ്റവാക്ക്, ഒറ്റ സ്വരം എല്ലാം പിണറായി വിജയനിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുകയും അത് വ്യക്തമായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ട് പോലും ആരും മനസ്സിലായിട്ടില്ല എന്നൊരു മട്ടിൽ ഇരുന്നിട്ട് അദ്ദേഹത്തെ വീണ്ടും പ്രതിപക്ഷ നേതാവായിട്ട് കൊണ്ടുവന്ന് വാഴ്ത്തിപ്പെടുത്തുമ്പോഴത്തേക്കിനും അവരുടെ വീട്ടിൽ വീണ്ടും ഒരു പ്രശ്നം നടക്കുമ്പോഴത്തേന് ഇവനൊക്കെ പോയി അവിടെ ചെന്ന് ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്ക് നല്ലതാണോ?
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും അന്യം നിന്നുപോയ ഒരു പാർട്ടിയായി മാറിയിരിക്കുന്ന സാധനം ഇവിടെ കേരളത്തിൽ ഈ 2026 കൂടി പിണറായി വിജയൻ ഇത് അവസാനത്തെ മുഖ്യമന്ത്രി എന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണോ? അതായത് ആ ഒരു സാധനം തന്നെ ഇവിടെയും പിന്തുടരുക, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ? കാരണം ഇതൊക്കെ കാണുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ഒരുപാട് മാറി, ഒരുപാട് ചിന്തിച്ചു തുടങ്ങി, ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തു തുടങ്ങി. അവരുടെ ഫോണിലും ഈ പറയുന്ന ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് എത്തുന്നുണ്ട്, അവരിത് കാണുന്നുണ്ട്. പണ്ട് പത്രങ്ങളിലും റേഡിയോകളിലും മാത്രം കണ്ടും കേട്ടു വരുന്ന ആൾക്കാർ അത് പറയുന്നതും അത് കേൾക്കുന്നതും വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. നിങ്ങൾ എന്തെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പൊ കണ്ടുകൂടാത്ത വീഡിയോസ് വരെ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്, അല്ലേ? അതെല്ലാം വന്നിരിക്കുന്ന ഈ ഒരു ജനറേഷനിൽപ്പെട്ട ആൾക്കാരുടെ ഇടയിലേക്ക് അങ്ങനൊന്നും നടന്നിട്ടില്ല, അങ്ങനൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നതും ഇതുപോലുള്ള അക്രമങ്ങൾ അഴിച്ചു വിടുന്നതും ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവന്മാർക്ക് ജാമ്യം എന്ന് പറഞ്ഞൊരു സാമാനം കിട്ടില്ല. ഇവന്റെയൊക്കെ കുടുംബങ്ങൾ കിടന്ന് ഓടണം. ഇവനൊക്കെ കാണിച്ച തെമ്മാടിത്തരത്തിൽ ഇവന്റെയൊക്കെ കുടുംബങ്ങൾ കിടന്ന് ഓടി ഇവനൊക്കെ തന്നെ അവസാനം പുറത്തു വന്ന് പറയണം, പൊന്നുമക്കളെ, പ്രവർത്തകരെ, നിങ്ങൾ ആരും ആർക്കും വേണ്ടി ഒന്നും ചെയ്യരുത്, സ്വന്തം കാര്യം സിന്ദാബാദ്, സ്വന്തം കാര്യം നോക്കി പോയാൽ വീട്ടിൽ അരി മേടിക്കുക, ഇല്ലെങ്കിൽ ജയിലിൽ പോയി കിടന്ന് അവിടെ കഴിക്കാനുള്ളത് കിട്ടുക. ഇത് മിക്കവാറും നേരെ തീഹാറിലോട്ട് കാണാൻ പോകാനുള്ള പരിപാടിയായിരിക്കും. എന്തായാലും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ, ഉടനെ നല്ലൊരു യാത്ര. കല്ലെറിഞ്ഞവനും മുട്ടയെറിഞ്ഞവനും കമ്പെടുത്ത് അടിച്ചവനും ഗ്ലാസ് അടിച്ചവനും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ചെറിയ സാധനമൊന്നുമല്ല, അങ്ങ് വലുതായിപ്പോ. ഇത്തവണ കയറി മാന്തിയപ്പോഴത്തേക്കിനെ മറ്റേ ചെറിയ ആൾക്കാരെ ഒന്നുമല്ല, ഇച്ചിരി കൂട്ടത്തോടെ വലുതായിട്ടൊക്കെ മാന്തിയത് കുഴപ്പമൊന്നുമില്ല. ഒന്നെങ്കിൽ ഭരണം കയ്യിരിക്കുമ്പോൾ മാത്രമായിരുന്നു. ഈ ഭരണമില്ലാത്ത സമയത്ത് ഇങ്ങനെ മാന്താൻ പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക? JCBക്ക് ഒന്ന് തിരിച്ച് മാന്തത്തേ ഉള്ളൂ. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്.